വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മണ്ണെടുപ്പിന് ഹൈക്കോടതി വിലക്ക് തുടരും. നിയമപരമായ പുതിയ ക്വാറിയിങ് പെർമിറ്റുകൾ ഇല്ലാതെ മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിയമപരമായ പുതിയ ക്വാറിയിങ് പെർമിറ്റുകളില്ലാതെ മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി സമർപ്പിച്ച റിറ്റ് ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്നതിനായി ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന് അനുവാദം നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ജൈവ വൈവിധ്യവും തകിടം മറിക്കുന്ന രീതിയിൽ വൻതോതിൽ മണ്ണ് കടത്തുന്നുവെന്ന് ആരോപിച്ച് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ TN മുകുന്ദൻ കോടതിയെ സമീപിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നതിനായി കമ്പനിക്ക് മുൻപ് അനുമതി ലഭിച്ചിരുന്ന പെർമിറ്റുകളുടെ കാലാവധി അവസാനിച്ചതോടെ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ സാങ്കേതികമായി അപ്രസക്തമായ സാഹചര്യത്തിൽ കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈ 10 കേസിൽ അന്തിമവാദം കേട്ട ജസ്റ്റിസ് C ജയചന്ദ്രൻ മുൻപ് അനുവദിച്ച പെർമിറ്റുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഹർജി ഔദ്യോഗികമായി അവസാനിപ്പിച്ചെങ്കിലും മണ്ണെടുപ്പിനെതിരെയുള്ള വിലക്ക് തുടരുമെന്ന് വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞു. നിയമപ്രകാരമുള്ള പുതിയ ക്വാറിയിങ് പെർമിറ്റ് ഹാജരാക്കാത്ത പക്ഷം കൺസ്ട്രക്ഷൻ കമ്പനി മണ്ണെടുക്കുന്നതിനെതിരെയുള്ള വിലക്ക് തുടർന്നും പ്രാബല്യത്തിലുണ്ടായിരിക്കുമെന്നാണ് കോടതി ഉത്തരവിട്ടത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ NH റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിലായിട്ട് വലിയ കുന്നുകളിടിച്ച് മണ്ണ് എടുത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്നും പരാതി ലഭ്യമായിരുന്നു. ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റിക്ക് മുൻപാകെ കിട്ടിയ അപേക്ഷ ഞങ്ങൾ സ്ഥലസന്ദർശനം നടത്തി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയലാക്കി. ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി 2 ദിവസത്തിനുള്ളിൽ ആ മണ്ണെടുക്കൽ പരിപൂർണമായി നിർത്തി വെക്കാൻ വേണ്ടി സ്റ്റേ അനുവദിച്ചു തന്നു. പിന്നീട് ആ കേസ് തുടർന്ന് 1 വർഷക്കാലം നടക്കുകയായിരുന്നു. വിവിധ ഘട്ടങ്ങളിലൂടെ കേസ് കടന്നു പോവുകയും നമ്മുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവലോകനം കോടതി നടത്തി അതിൽ വസ്തുതകളുണ്ടെന്ന് കണ്ടെത്തി വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഇനി ഒരു സ്ഥലത്തു നിന്നും പെർമിറ്റുകളും ഉത്തരവുകളും ഇല്ലാതെ ബന്ധപ്പെട്ട അധികാരികളുടെ പരിശോധനകളില്ലാതെ മണ്ണെടുക്കാൻ പാടില്ല എന്ന് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോടതിയുടെ ആ ഉത്തരവ് എല്ലാ പഞ്ചായത്തുകളിലും ബാധകമായി കൊണ്ട് ഒരു പുതിയ ഉത്തരവും കൂടി വാങ്ങിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ ജിയോളജിസ്റ്റ്, ജോയിന്റ് RTO എന്നിവരെയും കേസിൽ എതിർകക്ഷികളാക്കിയിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റിയെയും കേസിൽ കക്ഷി ചേർത്തു. അമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ഇനി പുതുക്കാട് മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വരന്തരപ്പള്ളി പഞ്ചായത്തിന് നിർണായകമാകുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ മറവിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണെടുത്തിരുന്ന നടപടി കഴിഞ്ഞ 1 വർഷം മുൻപ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഉത്തരവ് വന്നിരിക്കുകയാണ്. നേരത്തെ സ്റ്റേ ചെയ്ത നടപടി തുടരും എന്ന് തന്നെയാണ് ഹൈക്കോടതി പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. പുതിയ ക്വാറിയിങ് പെർമിറ്റുകൾ ഇല്ലാതെ ഈ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അത് വരന്തരപ്പള്ളി ജൈവ വൈവിധ്യ പരിപാലന സമിതി നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമായി മാറുകയാണ്. പ്രത്യേകിച്ചും പുതുക്കാടടക്കം മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ഇനിയും വിവിധ ഇടങ്ങളിൽ നിന്ന് മണ്ണെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നിർണായകമാകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.